കേരളത്തിൽ UDFിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിനെത്തിയ ഭാവി പ്രധാനമന്ത്രി രാഹുൽ രാജീവ് പതിവ് പോലെ ഇവിടുത്തെ നേതാക്കൾ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് പോയി. ഇവിടുത്തെ ആളുകൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളായതുകൊണ്ട് പ്രസംഗം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുടെ പണി എളുപ്പമാകുകയും ചെയ്തു. പതിവ് പോലെ LDF BJP ബന്ധമാണ് ഇദ്ദേഹം എടുത്തു പറയുന്നത്. ഇടതുകക്ഷികളൊക്കെ ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാവി പ്രധാനമന്ത്രിയാണ് ഇതൊക്കെ പറയുന്നത്. കേരളത്തിലെ LDF സർക്കാർ BJP നിയന്ത്രണത്തിലാണെന്ന് രാഹുൽ പറയുന്നു. കൂടാതെ കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്നത് BJP പിന്തുണയ്ക്കുന്ന LDFനെയാണെന്നും കൂടെ ഇദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തും ചെന്നിട്ട് അവിടെയുള്ള ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കുക എന്നതാണ് ഇയാളിപ്പോൾ സ്ഥിരമായി ചെയ്യുന്ന പരിപാടി. കുറേ നാളുകൾക്ക് മുന്നേ ഡൽഹി നിയമസഭാ ഇലക്ഷൻ സമയത്ത് ഇയാൾ കേജ്രിവാളിനോട് ചെയ്തതും ഇതേ പണിയാണ്. കാരണം ഇയാൾക്കറിയാം ഈ ഇന്ത്യ മുന്നണി ഒരു കാലത്തും കേന്ദ്രത്തിൽ ഭരിക്കാൻ എത്തില്ലെന്ന്. അപ്പോൾ പിന്നെ ഏതെങ്കിലും സാധ്യതയുള്ള സംസ്ഥാനത്ത് ഭരണം പിടിക്കാമെന്ന ചിന്തയാണ് ഈ ഭാവി പ്രധാനമന്ത്രിക്കുള്ളത്. രാഹുൽ പറയുന്ന ഇതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സതീശനും വേണുഗോപാലിനുമൊക്കെ പ്രസംഗിച്ച് നടന്നത്. അതിൽ നിന്നും ഒരു കടുകിട മാറിയുള്ള ഒന്നും പറയാൻ ഈ ദേശീയ നേതാവിന് കഴിയുന്നില്ല. BJP സാധാരണയായി അവരെ എതിർക്കുന്ന എല്ലാവരെയും ആക്രമിക്കും, എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു നീക്കവുമില്ലെന്നും രാഹുൽ പറയുന്നുണ്ട്. അമേരിക്കയിൽ അദാനിക്കെതിരായ കേസ് വാസ്തവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുള്ളതാണ്. എപ്സ്റ്റീൻ വിഷയം പാർലമെൻറ്റിൽ ഉയർത്തിയപ്പോൾ നരേന്ദ്രമോദി ഓടി ഒളിച്ചു. മോദി ട്രംപിന് കീഴടങ്ങി. ഇതൊക്കെയാണ് ഭാവി പ്രധാനമന്ത്രി പിന്നീട് പറഞ്ഞത്. അതേപോലെ മോദിക്ക് പിണറായി വിജയനും കീഴടങ്ങിയെന്നും രാഹുൽ പറയുന്നു. പിന്നീട് ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിയായിരുന്നു കേരള സർക്കാരിനെതിരെയുള്ള രാഹുലിൻ്റെ പ്രധാന വിമർശനം. വേദിയിൽ സ്വർണം കെട്ടത് ആരപ്പ എന്ന പാരഡി രാഹുൽ വികൃതമായി പാടുകയും ചെയ്തു. 2 മാസം കൂടെ പണിക്ക് വന്ന ബംഗാളി ഇതിലും നന്നായി മലയാളം പറയും. അപ്പോഴാണ് വയനാട് നിന്നും ജയിച്ചു പോയവൻ മലയാളത്തിൽ കുരച്ച് പറയുന്നത്. എന്തായാലും ഈ സ്വർണം കട്ടത് ആരാണെന്ന് ചോദിച്ചത് അമ്മ അറിയണ്ട. ഈ സ്വർണം കട്ടവരിൽ പ്രധാനിയാണ് അമ്മയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുത്തത്. രാഹുൽ സാർ വിദേശയാത്രയിലായതുകൊണ്ടാകും അമ്മയെ കാണാൻ ആരൊക്കെ വന്നു എന്നത് അറിയാതെ പോയത്. അതുകൊണ്ട് തന്നെ മെയിൻ കള്ളനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രാഹുൽ അറിയാനും വഴിയില്ല. പിന്നീട് അദ്ദേഹം സ്ത്രീകളെക്കുറിച്ചാണ് സംസാരിച്ചത്. സ്ത്രീകളാണ് ഈ സംസ്ഥാനത്തിൻ്റെ നട്ടെല്ലെന്ന് വിശേഷിപ്പിച്ച രാഹുൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഒരു സ്ത്രീ വരണം എന്നും പറഞ്ഞു. അത് കേട്ടതോടെ സതീശൻ, ചെന്നിത്തല, വേണുഗോപാൽ എന്നീ എല്ലാ ഗ്രൂപ്പുകാരുടെയും മുഖം മ്ലാനമായി. ഇനി എങ്ങാനും ജയിച്ചാൽ ഏത് സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കുമെന്ന് ഒരു നിമിഷം എല്ലാവരും ചിന്തിച്ച് കാണും. ചിലരുടെ മനസ്സിൽ പ്രിയങ്ക ഗാന്ധിയുടെ മുഖമായിരിക്കും തെളിഞ്ഞത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇനിയൊരു സ്ഥാനം കിട്ടാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് അവരെ കേരള മുഖ്യമന്ത്രിയാക്കി വാഴിക്കാൻ സഹോദരൻ തീരുമാനിച്ചത് ആയിരിക്കുമോ എന്നൊരു സംശയവും പലർക്കും ഉണ്ടായി കാണും. എന്തായാലും കേരളത്തിൽ പ്രചാരണത്തിന് വേണ്ടി പ്രിയങ്ക ഗാന്ധിയും ഉടനെ എത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ സഹോദരന്മാർ നയിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ കുടുംബം നയിക്കുന്ന പാർട്ടിക്ക് ഇപ്പോൾ അധികാരമുള്ളത് കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന എന്നിങ്ങനെ 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ഇന്ത്യ ഒട്ടാകെ മിക്ക സംസ്ഥാനങ്ങളിലും ഒരു കാലത്ത് ഭരണം നടത്തിയിരുന്ന ഒരു പാർട്ടിയുടെ ദയനീയമായ അവസ്ഥയാണത്. എന്നിട്ടും ഇപ്പോഴും ചായക്കടയിലെ തീറ്റയും വണ്ടിയിൽ നിന്നിറങ്ങി ഓടലും പോലെയുള്ള പഴയ തന്ത്രങ്ങളാണ് ഇവരെല്ലാ ഇലക്ഷനിലും പയറ്റുന്നത്. ഇലക്ഷൻ അടുക്കുമ്പോൾ കേരളത്തിൽ വന്ന് ഘോരഘോരം പ്രസംഗം നടത്തുന്നവർ ഈ സംസ്ഥാനത്തൊരു ദുരന്തമുണ്ടായപ്പോൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. MP ഫണ്ടിൽ നിന്നും 1 രൂപ പോലും വയനാട്ടിലേക്ക് സംഭാവന നൽകാത്തവരാണ് ഈ രാഹുൽ രാജീവും സഹോദരി പ്രിയങ്ക വദ്രയും.